ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി ഗാലക്സി യാത്ര. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓണം ആയതുകൊണ്ട് നമ്മൾ മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. കൂടെ എൻ്റെ ഒരു ഓണക്കോടിയും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ആനക്കുട്ടിയുടെ ഡിസൈൻ വരുന്ന ഒരു നെക്ക് പീസാണ് പരിചയപ്പെടുത്തുന്നത്. അത് നല്ല സിമ്പിളായിട്ടുള്ളൊരു മാലയാണ് കേട്ടോ, സിമ്പിളായിട്ടുള്ളൊരു മാലയാണ്. അപ്പോൾ ഇതിൽ ഡിസൈൻ വരുന്നത് ഒരു ആനക്കുട്ടിയും പിന്നെ ഒരു റെഡ് കളറിലെ സ്റ്റോണുമാണ്. അപ്പോൾ ഇത് ഞാൻ വിയർ ചെയ്ത് കാണിക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ കമ്മൽ കൂടി വരുന്നുണ്ട്. ഇതാണ് കമ്മൽ വരുന്നത്. പോക്കറ്റിൽ കണ്ടിട്ടുള്ള ഡിസൈൻ തന്നെയാണ് നമ്മൾ കമ്മലിലും വരുന്നത്. ഒരു ഇയറിംഗ് ആണ് വരുന്നത്. അതിന്റെ നെക്ക് പീസ് ആണ് ഇത്. നമുക്ക് നീട്ടുമാലയായിട്ട് ഇങ്ങനെ ഇതുപോലെ ഇറക്കിയിടാം, പിന്നെ അതുപോലെ ചെയിനായിട്ട് ഇടാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു മാല വിയർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇങ്ങനെയുണ്ട് ഈ മാല. ഈ ഒരു മാല അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറുതല്ല കുറച്ച് വലിയ ചെയിനൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നീട്ടുമാലയായിട്ടോ അല്ലെങ്കിൽ ചെറിയ ചെയിനായിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അടിപൊളിയാണ്. വെറും 150 രൂപ താഴെ വരുന്ന മാലയാണിത്. അടുത്തത് ഇതാ ഈ ഒരു ചോക്കറാണ്. സംഭവം ഉണ്ടല്ലോ ലോക്കറ്റ് പോലെ, അതുപോലത്തെയാണ് നമ്മുടെ കമ്മലും വരുന്നത്. ഇതിനും 150 രൂപ താഴെ വരുന്ന മാലയാണ്. ഈ ഒരു കമ്മൽ ഭയങ്കര ഹാർഡാണ്. നമ്മുടെ ചെവിയിൽ നിന്ന് ഊരിയെടുക്കാനും ഭയങ്കര പാടാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു ബട്ടൺ ആണോ കാരണം, അതോ ഇതാണെങ്കിലും ഭയങ്കര എന്താ പറയാ കട്ടിയുണ്ട് ഇതിന്. അടുത്തതായിട്ടുള്ള നെക്ക് പീസുകൾ ഞാൻ നേരത്തെ മീഷോ കളക്ഷൻസിൽ കാണിച്ചതാണ്. പക്ഷെ അതിന്റെ പ്രൈസ് ഒന്നും പറയാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അതിന്റെ പ്രൈസും കൂടെ പറഞ്ഞിട്ട് അങ്ങ് പോകാൻ വേണ്ടി അതുകൊണ്ട് അതും കൂടെ ഒന്ന് കാണിച്ചിരുവാണ് കേട്ടോ. ഇതെനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മാലയാണ് കേട്ടോ, പാലക്ക മാല. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു മാലയാണ്. ഇതും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാനായിട്ട് ചെയിൻസ് ഒക്കെ വരുന്നുണ്ട്. വിയർ ചെയ്ത് കാണിക്കാം. ഇതിന്റെ കൂട്ടത്തിൽ കമ്മലുണ്ട് കേട്ടോ. ഇതൊന്ന് വിയർ ചെയ്ത് കാണിക്കാം. ഇതിന് പ്രൈസ് വരുന്നത് 222 രൂപയായിരുന്നു. ഞാൻ വാങ്ങിയപ്പോൾ 222 രൂപയായിരുന്നു. പിന്നീട് അതിന് റേറ്റ് കുറഞ്ഞ് 180 രൂപയൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ എത്ര രൂപയാണെന്ന് അറിയത്തില്ല. എങ്കിലും കോഡെല്ലാം ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുത്തിരിക്കും. നിങ്ങൾക്ക് വേണ്ടുന്നവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മൾ ആ പറഞ്ഞ മാല, പാലക്ക മാല. സൂപ്പർ അല്ലേ? ഈ ഒരു പാലക്ക മാല വിയർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു സെറ്റ് മുണ്ടൊക്കെ എടുത്ത് കൊടുത്തത് കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു മാല, ഈ ഒരു സെറ്റ് മുണ്ട്, സെറ്റ് സാരി അതിൻ്റെ കൂടെയൊക്കെ വിയർ ചെയ്യുമ്പോൾ നല്ലതായിരിക്കും. അതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇങ്ങനെ വരാമെന്ന് കരുതിയത്. സൂപ്പർ അല്ലേ ഈ മാല, അതിൻ്റെ കമ്മൽ. അടുത്തതായിട്ട് ഈ ഒരു നെക്ക് പീസാണ്. ഇത് നമ്മൾ നേരത്തെ വീഡിയോയിൽ മീഷോ കളക്ഷൻസിന്റെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന്റെ പ്രൈസ് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാനിത് ഒന്നും കൂടി വിയർ ചെയ്തൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. ആ വീഡിയോ കാണാത്തവർക്ക് എന്തായാലും ഉപകാരപ്രദമാകും.
ഇത് വരുന്നത് 2 സ്റ്റോൺസിലാണ് കേട്ടോ. കണ്ടോ, മെറൂൺ ആൻഡ് ഗ്രീൻ കളറിലെ ഒരു ലക്ഷ്മി കോയിൻസിലൊക്കെ വരുന്ന ഒരു മാലയാണ്. നല്ലൊരു എലഗന്റ് ലുക്ക് തരാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. നല്ല ഇപ്പോൾ ഓണക്കാലമാണല്ലോ, അപ്പോൾ നമ്മൾ സെറ്റ് സാരി, ദാവണി അതൊക്കെ എടുക്കുവാണെങ്കിൽ ഇത് സൂപ്പറായിട്ട് പോകും കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്ന കമ്മലാണിത്. 2 ജുമുക്കി കമ്മലാണ്. അപ്പോൾ ഇത് ഞാനൊന്ന് വെയർ ചെയ്ത് കാണിക്കാം. ഇതിന് പ്രൈസ് വരുന്നത് 180 രൂപയാണ്. കൊള്ളാല്ലേ, അടിപൊളി മാലയല്ലേ. നമ്മുടെ സെറ്റ് സാരിയുടെ കൂടെ, ദാവണിയുടെ കൂടെ, അതുപോലെ തന്നെ സെറ്റുമുണ്ട്, പിന്നെ അതേപോലെ പാവാടയും ബ്ലൗസിന്റെ കൂടെ ഒക്കെ മാച്ചായി പോകുന്നൊരു മാലയാണ്. സെറ്റിൽ സിമ്പിൾ ലുക്ക് എന്ന് പറയാൻ പറ്റില്ല, ഇത്തിരി ഹെവി ആയിട്ടുണ്ട്. പിന്നെ വണ്ണമുള്ളവർക്കാണെങ്കിൽ ഇതുപോലത്തെ ഒരു മാല ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കില്ലായിരിക്കും. വണ്ണമുണ്ടെന്ന് എന്ന് ആരും ശ്രദ്ധിക്കപ്പെടില്ല. അതുകൊണ്ട് എല്ലാത്തിൻ്റെയും കൂടെ മാച്ച് ചെയ്ത് പോകുന്ന ഒരു മാലയാണ്. ടെമ്പിൾ വർക്കൊക്കെ വരുന്ന ഒരു മാലയാണ്. ലക്ഷ്മി മാലയാണെന്ന് പറയാം. ഒരു ടെമ്പിൾ ലുക്കിലൊക്കെ വരുന്ന മാല. നേരത്തെ മീഷോ കളക്ഷൻസ് കാണിച്ചിട്ടുണ്ടായിരുന്ന ഈ മാലയും പാലക്കാ മാലയൊക്കെ അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ലിങ്ക് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നുണ്ട് കേട്ടോ. കാണാത്തവർ അതൊക്കെ ഒന്ന് കാണുക. ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ളത് വളയാണ്. ഇതിന്റെ വീഡിയോയും ഞാൻ പ്രത്യേകം ഇട്ടിട്ടുണ്ട്. വള എങ്ങനെ ഓൺലൈനിൽ നിന്ന് അളവ് കൊടുത്ത് വാങ്ങാമെന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവർക്ക് അതിന്റെ ലിങ്ക് ഇതാ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ ഞാൻ മീഷോന്ന് വാങ്ങിയ കുപ്പിവളകളാണിത്. ഇതൊരു ഡസന് വരുന്നത് 145 രൂപയാണ്. ഫെസ്റ്റിവൽസിനൊക്കെ ഇടാവുന്ന വളയാണ്. അല്ലാതെ വേണമെങ്കിൽ നമുക്ക് സിംഗിളായിട്ടൊക്കെ ഇട്ടുകൊണ്ട് പോകാം. അതുപോലെ തന്നെ ഇത് വെസ്റ്റേൺ ലുക്കിലും മാച്ച് ചെയ്ത് പോകുന്നൊരു വളയാണ് കേട്ടോ. ഇത് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാവേ. ഇത് വരുമ്പം 4 പീസ് വീതമാണ് വരുന്നത്, 3 സെറ്റിലായിട്ട്. 4 പീസിൽ 2 എണ്ണം ഒരേ മോഡലിലുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരേ മോഡലിലുള്ള വളയാണ് ഇത്. മോഡൽ കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇതാണ് ഒരേ മോഡലിലുള്ള 8 എണ്ണം. പിന്നെ വരുന്നത് പ്ലെയിൻ ആയിട്ടുള്ള വളയാണ് കേട്ടോ. ഇത് 4 എണ്ണമാണ് വരുന്നത്. ഇതിലൊരു വർക്കും ഇല്ല, പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വരും. അതിൽ ഞാനിതൊന്ന് ഇട്ട് കാണിച്ചു തരാം. ഇത് നമുക്ക് മിക്സ് ചെയ്ത് വേണമെങ്കിൽ ഇടാം. ഇതുപോലെ ഇടകലർത്തി വേണമെങ്കിൽ നമുക്കിത് വിയർ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് സിംഗിളായിട്ട് വിയർ ചെയ്യാം. സിംഗിളായിട്ട് വിയർ ചെയ്യുമ്പോഴും അതിന് പ്രത്യേക ഒരു ഭംഗിയുണ്ട് കേട്ടോ. കുറച്ചിടുമ്പോഴത്തേനും നമ്മുടെ കൈ നിറഞ്ഞു നിൽക്കും. ഇത്ര ഇട്ടാൽ മതി, സിമ്പിൾ. ഇത് കൂടുതലായിട്ടൊക്കെ ഇടണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. ഇങ്ങനെ ഇത്രയും ഒരു കയ്യിൽ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത കയ്യിലും ഇത്രയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ സെറ്റ്. 2 എണ്ണം ബാലൻസ് വന്ന് ഞാൻ 2 എണ്ണം വിയർ ചെയ്യുന്നില്ല. ഇതിങ്ങനെ വിയർ ചെയ്ത് കാണിക്കാം. കുപ്പിവളയാണ് കേട്ടോ. കുപ്പി തറയിൽ വീണ പൊട്ടുന്ന ഗ്ലാസ് ബാംഗിൾസ് ആണ്. പക്ഷെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ അത് കുപ്പിവളയാണെന്നൊന്നും പറയത്തില്ല അല്ലേ. സെറ്റല്ലേ. പിന്നെ ഞാൻ ഓണത്തിനായിട്ട് ഒരു ഓണക്കോടി വാങ്ങിയിട്ടുണ്ട്. അതാണ് ഇനി കാണിക്കാൻ പോകുന്നത്. മീഷോന്ന് തന്നെ വാങ്ങിയതാണ്. ബ്ലാക്ക് കളറിലെ. സ്ലീവ്ലെസ് ആണ് കേട്ടോ. സ്ലീവ്ലെസ് ആണ്. ചെറിയ നമ്മുടെ പണ്ടത്തെ സറാറയില്ലേ, ആ ഒരു മോഡലില്. കൂട്ടത്തില് പാന്റ് വരുന്നത് നമ്മുടെ പലാസ പാന്റ് ഉണ്ടല്ലോ, പലാസ പാന്റ് പോലത്തെ ഒരു പാന്റാണ്. ഇവിടെ ഇലാസ്റ്റിക് വർക്കൊക്കെ വരുന്നത്. പിന്നെ വരുന്നത് ഷോളാണ്. ഷോളിന് ഇതാ ഇവിടെ ബീഡ്സ് വർക്കൊക്കെ വരുന്നുണ്ട്. ജോർജറ്റ് മെറ്റീരിയലാണ്. പക്ഷേ ഇത്തിരി എന്താ പറയാ, ഒരു നെറ്റ് പോലത്തെ ജോർജറ്റ് മെറ്റീരിയൽ. ജോർജറ്റ് എനിക്ക് നെറ്റാണെന്നാണ് ഫസ്റ്റ് തോന്നിയത് കേട്ടോ. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് ദാ ഈ ഒരു ജ്വല്ലറിയാണ്.
ചെയ്തിടുന്നത്. ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് ഒന്ന് ഹാങ് ചെയ്ത് കാണിക്കാം. ഇതിന് പ്രൈസ് വരുന്നത് 98 രൂപയാണ് കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു മോഡലാണ് ഞാൻ സെലക്ട് ചെയ്തത്. എനിക്കിത് വെക്കണമെന്ന് വലിയ ആഗ്രഹം, ഓണത്തിനൊക്കെ മേക്കപ്പ് ചെയ്യുമ്പോൾ. അപ്പം അതിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. കണ്ടോ, സിമ്പിൾ. ഗെയ്സ്, അവസാനമായി ഞാൻ ഈ ഒരു മാല പരിചയപ്പെടുത്തുകയാണ്. പക്ഷേ ഈ ഒരു മാല വാങ്ങിയത് മീഷോയിൽ നിന്നല്ല. ഇത് ഞാൻ ആറ്റുകാൽ അമ്പലത്തിൽ പൊങ്കാലയ്ക്ക് പോയപ്പോൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ബട്ട് ഞാൻ അന്നത് വാങ്ങിക്കാതിരുന്നത് ഇതിന് കുറേ മോഡലിലെ ഡിസൈൻസിലെ ലോക്കറ്റ്സുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഏതെടുക്കണമെന്നൊരു കൺഫ്യൂഷൻ കാരണം എനിക്കന്നത് വാങ്ങിക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഞാനിത് നോക്കി നടക്കുമായിരുന്നു. അങ്ങനെ ഞാനിത് നമ്മുടെ അച്ഛനെ ബലിയിടാനായിട്ട് പോയപ്പോൾ അവിടെ കണ്ടു. അപ്പോൾ തന്നെ ഞാനിതങ്ങ് പൊക്കി. അപ്പോൾ ഞാനതിൻ്റെ ഡിസൈൻ ഒന്നും നോക്കാൻ നിന്നില്ല. അപ്പോൾ ഈ ഒരു മാലയ്ക്ക് 50 രൂപ മാത്രമുള്ള അടിപൊളി മാലയാണ് കേട്ടോ. സൂപ്പർ. കണ്ടോ, ഈ ലോക്കറ്റിന് തന്നെ എനിക്ക് തോന്നുന്നു 50 രൂപ ആകുമെന്ന്. പക്ഷേ ഈ ഒരു മാലയ്ക്കാണ് 50 രൂപ കേട്ടോ. സെറ്റ് സാരിയുടെ കൂടെ വെയർ ചെയ്താൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഗെയ്സ്, ഇത്രയൊക്കെയാണ് ഞാൻ മീഷോയിൽ നിന്ന് ഓണത്തിന് വേണ്ടി പർച്ചേസ് ചെയ്തിട്ടുള്ള ജ്വല്ലറിയും എൻ്റെ ഓണക്കോടിയും എല്ലാം. ഗെയ്സ്, അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ പ്രൊഡക്ട്സ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ കോഡ് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. എനിക്ക് വിഷ് ലിങ്ക് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ കോഡ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വാങ്ങി നോക്കുക. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റു വീഡിയോസായിട്ട് വേഗം തന്നെ വരാം.